ഹലോ മക്കളെ, അപ്പോൾ ഒരു സൺഡേ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. കുറേ നാളായി നമ്മൾ ഒരു ലോങ് വീഡിയോ കണ്ടിട്ട്, അപ്പോൾ ഇന്ന് നമുക്കൊരു ലോങ് വീഡിയോ കാണാം. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ ഗോബി മഞ്ചൂരിയനും ഫ്രൈഡ് റൈസും കേട്ടോ. അപ്പോൾ ഗോബി മഞ്ചൂരിയൻ ഉണ്ടാക്കാനുള്ള കോളിഫ്ലവർ നന്നായിട്ട് ഉപ്പിട്ടിട്ട് വെള്ളത്തിൽ തിളപ്പിച്ചെടുക്കും കേട്ടോ. അപ്പോൾ എന്തെങ്കിലും പുഴുവോ അണുക്കളോ ഒക്കെ ഉണ്ട് അങ്ങ് നഷ്ടപ്പെടും. എന്നിട്ട് അത് വീണ്ടും കുറേ നല്ല വെള്ളത്തിൽ കഴുകിയിട്ട് സ്ട്രെയിൻ ചെയ്തെടുത്തതാട്ടോ ഇവിടെ ഇരിക്കുന്നത്. പിന്നെ അതിനകത്തോട്ട് ഉപ്പ്, മഞ്ഞൾ, കുരുമുളക്, ഗരം മസാല, മുളക് പൊടി, ലാസ്റ്റായിട്ട് കോൺഫ്ലോർ ഇടണം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇത് കൈ വെച്ച് തിരുമ്മി പിടിപ്പിക്കുക. എന്നിട്ട് നമ്മൾ വീണ്ടും ചെക്ക് ചെയ്യുക കേട്ടോ. കോൺഫ്ലോർ കുറച്ചുകൂടെ ഇങ്ങനെ മൊരി എന്നുള്ള ആ ഒരു ഇത് കുറച്ചുകൂടെ വേണമെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ കോൺഫ്ലോർ ചേർക്കുക കേട്ടോ. അപ്പം ഞാൻ നോക്കിയപ്പം എൻ്റെ ഗോപിയുടെ അളവ് കൂടുതലാണ്. അപ്പം ഞാൻ കുറച്ചുകൂടെ കോൺഫ്ലോർ ചേർത്ത് കേട്ടോ. പിന്നെ ഇത് നന്നായിട്ട് ഇതിനകത്ത് തിരുമ്മി പിടിപ്പിക്കുക, അതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് തിരുമ്മി പിടിപ്പിച്ചിട്ട് ഇത് റെസ്റ്റ് ചെയ്യാനൊരു 30 മിനിറ്റ്സ് ഒക്കെ വെച്ചാൽ നല്ലതാട്ടോ. ഇത് നന്നായിട്ടൊന്ന് മസാലയൊക്കെ പിടിച്ച് നല്ലൊരു പ്രത്യേക ഫ്ലേവർ ആയിരിക്കും കേട്ടോ. പക്ഷേ എനിക്കിന്ന് ടൈം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഒരുപാട് ഇന്ന് താമസിച്ചാണ് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്ത്. മോർണിംഗ് കുറച്ച് പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു, പുറത്തൊക്കെ പോകണമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കുക്കിംഗ് സ്റ്റാർട്ടായപ്പോൾ തന്നെ ഒരു 12 മണി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇത് നമുക്കിനി വറുത്ത് കോരാം കേട്ടോ. വറുത്ത് കോരാനായിട്ട് ഞാനൊരു പാൻ വെച്ചിട്ട് അതിൽ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചേക്കുന്നത്. വെളിച്ചെണ്ണ ഒഴിക്കുന്നതിനെക്കാട്ടി കൂടുതൽ നല്ലത് സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ ബട്ടർ കേട്ടോ. പിന്നെ ഇത്രയും ഗോബി വറക്കാൻ ബട്ടർ മുതലാവില്ല, അപ്പോൾ അതുകൊണ്ട് ഞാൻ സൺഫ്ലവർ ഓയിലാണ് വറുത്തെടുത്തേക്കുന്നത്. അപ്പോൾ നന്നായിട്ട് കറുമുറ എന്ന് വറുത്തെടുക്കുക. എന്നിട്ട് അതൊരു പാത്രത്തിലോട്ട് മാറ്റുന്നുണ്ട് കേട്ടോ. എന്നിട്ട് രണ്ടാമത്തെ സെറ്റും കൂടി ഇട്ട് ഫുള്ള് വറുത്ത് നമ്മൾ കോരിയെടുക്കുക കേട്ടോ. പിന്നെ എന്തുകൊണ്ട് വിശേഷം, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ചാനൽ കാണുന്നവരൊക്കെ പറ്റുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പം ഇനിയും ഞാൻ ഇടുന്ന ഇതുപോലുള്ള റെസിപ്പീസൊക്കെ കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ വീണ്ടും ഞാൻ ഗോബി പറക്കിയിട്ടിട്ടുണ്ട്. അതിന് ശേഷം അത് വറുത്തെല്ലാം കോരി കേട്ടോ. എന്നിട്ട് ആ സെയിം പാൻ തന്നെ ഇതിനകത്തോട്ട് കുറച്ച് ബട്ടർ ഇട്ട് കേട്ടോ. നമ്മൾ എന്തായാലും ഇനി മഞ്ചൂരിയൻ ഉണ്ടാക്കാൻ കുറച്ച് ബട്ടർ യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ 1 ക്യൂബ് ബട്ടർ ഇട്ടിട്ടുണ്ട്. ആ ബട്ടർ ഒന്ന് മെൽറ്റ് ആവാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പം ഞാൻ ഈ ഗോബി മഞ്ചൂരിയൻ പഠിച്ചത് ഓൺലൈനിൽ കണ്ട് തന്നെ പഠിച്ചതാണ് കേട്ടോ. പക്ഷേ ഞാൻ കുക്ക് ചെയ്യുമ്പം ഞാൻ എപ്പോഴും പറയുന്ന പോലെ സൂപ്പർ ആവാറുണ്ട്. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. ഹസ്ബൻഡിൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഇഷ്ടം കേട്ടോ. അപ്പോൾ ഇത് കായംകുളത്ത് ആദ്യമായിട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ കായംകുളത്ത് ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ ഇത് ബട്ടറെല്ലാം ഒന്ന് മെൽറ്റ് ആയതിനു ശേഷം നമ്മൾ വെളുത്തുള്ളി ഇഞ്ചി ഇടുക കേട്ടോ. എന്നിട്ട് ഈ ഒരു വെളുത്തുള്ളിയും ഇഞ്ചിയും ഒന്ന് നന്നായിട്ട് എന്താ പറയണ്ടേ, ഇങ്ങനെ നമ്മൾ ഒടിക്കത്തില്ലേ അതുപോലെ മൂക്കണം കേട്ടോ. എന്നാലാണ് ഇതിനൊരു ഫ്ലേവർ. ഇഞ്ചി നമ്മൾ കടിക്കുമ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയുടെ എന്താ പറയണ്ടേ പച്ചക്കുത്താവരുത്. നമ്മൾ ഉപ്പേരിയൊക്കെ വറുത്ത് കോരുന്ന പോലെ അത് വറക്കണം കേട്ടോ. എന്നിട്ട് അത് അങ്ങനെ ഒരു ബ്രൗൺ കളർ വറുത്ത് കോരി ആ പരുവാകുമ്പം സവാള ഇട്ടിട്ടുണ്ട് കേട്ടോ. സവാള ക്യൂബായിട്ടാണ് അരിയേണ്ടത്, സ്ക്വയർ ആയിട്ട്. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാനൊരു വലിയ ഗോബി കേട്ടോ എടുത്തിരുന്നത്. ആ വലിയ ഗോപിക്ക് ഞാൻ 3 സവാള എടുത്തിട്ടുണ്ട്. 3 സവാള, പിന്നെ അതിന് 2 ക്യാപ്സിക്കം. അപ്പോൾ സവാള ജസ്റ്റ് ഒന്ന് വഴണ്ട് ഇങ്ങനെ ക്യൂബ്സൊക്കെ വിട്ട് വരുന്ന സമയത്ത് നമ്മൾ ക്യാപ്സിക്കവും കൂടെ ചേർക്കുക. അതും ക്യൂബ്സായിട്ടാണ് അരിഞ്ഞേക്കുന്നത്. അപ്പോൾ 3 സവാളയ്ക്ക് 2 ക്യാപ്സിക്കമാണ് ഞാൻ എടുത്തേക്കുന്നത്. ഇനി ഉപ്പിടുക കേട്ടോ. ഉപ്പിട്ടിട്ട് ഇത് നന്നായിട്ട് വാടണം. അതായത് ആ ക്യാപ്സിക്കത്തിന് കുറച്ച് കട്ടിയുണ്ടല്ലോ, അപ്പോൾ ആ കട്ടിയൊക്കെ മാറി അത് നന്നായിട്ട് വാടി വരുന്ന സമയത്ത് നമ്മൾ കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ. നമ്മൾ എരിവിന് വേറെ ഒന്നും ചേർക്കുന്നില്ല, ചില്ലി സോസ് ചേർക്കുന്നുണ്ട്. എങ്കിലും നമ്മൾ പൊടികളായിട്ട് ഈ കുരുമുളക് പൊടി മാത്രമേ ചേർക്കുന്നുള്ളൂ. അപ്പം ആവശ്യത്തിന് നിങ്ങൾക്ക് എത്രത്തോളം എരി വേണോ അതിനനുസരിച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. ഞാൻ കുറച്ച് ഗരം മസാലയും കൂടി ഇട്ടിട്ടുണ്ട്. അതിനുശേഷം സോസസ് ആയ തക്കാളി സോസ്, ഇപ്പോൾ ചേർത്തത് ചില്ലി സോസ് കേട്ടോ. ഇനി സോയയും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് 3ഉം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതും നന്നായിട്ടൊന്ന് ഇതുമായിട്ടെല്ലാം ബ്ലെൻഡ് ആവണം കേട്ടോ. പിന്നെ തക്കാളി സോസിന് കുറച്ച് ക്ഷാമമായിരുന്നു, ദരിദ്രമായിരുന്നു. അതുകൊണ്ടാട്ടോ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തട്ടി ഇരിക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് വീണ്ടും ഒന്ന് ഇതാവുക കേട്ടോ. എന്നിട്ട് ഞാൻ കുറച്ച് പഞ്ചസാര ഇട്ടിട്ടുണ്ട്. ഞാൻ അതിൻ്റെ വീഡിയോ എടുക്കാൻ മറന്നു പോയി തോന്നുന്നു. പിന്നെ ഇപ്പോൾ ഈ ഒഴിച്ച് എന്താണെന്ന് വെച്ചാൽ ഈ തക്കാളി സോസിൻ്റെ കുപ്പി കഴുകി ഒഴിച്ചതാണ് കേട്ടോ. അത് ഇപ്പം ഞാൻ വീണ്ടും ഒഴിച്ചത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കോൺഫ്ലോർ ഉണ്ടല്ലോ, കോൺഫ്ലോർ കലക്കി ഇതിനകത്ത് ഒഴിക്കണം കേട്ടോ. നമ്മുടെ ചോളപ്പൊടി, അത് ആണ് ഈ കറിക്ക് നല്ലൊരു തിക്നെസ് നൽകുന്നത്. നമ്മൾ വേറെ പൊടികളൊന്നും ചേർക്കുന്നില്ലല്ലോ. അപ്പം ആ കോൺഫ്ലോർ കലക്കിയ വെള്ളം കുറച്ച് ഞാൻ ടൊമാറ്റോ സോസിൻ്റെ കുപ്പിയിൽ ഒഴിച്ചിട്ട് നന്നായിട്ട് ഷേക്ക് ചെയ്തിട്ട് ഒഴിച്ച് കേട്ടോ ആദ്യം കണ്ടത്. നമ്മൾ പാഴാക്കരുതല്ലോ ഒരു സാധനങ്ങളും. അതിന് ശേഷം പിന്നെ കോൺഫ്ലോറും ഡയറക്റ്റ് കലക്കിയ വെള്ളവും കൂടെ ചേർത്ത് എന്നിട്ട് അത് ഒന്ന് ബോയിലായി വരുന്ന സമയത്ത് നമ്മളത് വറുത്ത് മാറ്റി വെച്ച് നമ്മുടെ കോളിഫ്ലവർ ഉണ്ടല്ലോ അത് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി പിന്നെ നമ്മൾ ഉപ്പ് ചെക്ക് ചെയ്യുക, പിന്നെ മധുരം വേണമെങ്കിൽ മധുരം ചെക്ക് ചെയ്യുക, പുളിക്ക് വേണമെങ്കിൽ കുറച്ചൊരു ടൊമാറ്റോ സോസ് ഒഴിക്കുക. അങ്ങനെയുള്ള
സോറി കേട്ടോ, ഒരു കോട്ട് വന്നെയാണേ, ഉച്ചയ്ക്ക് ഡബ് ചെയ്യുന്നതുകൊണ്ട് ഉറക്കം വരുന്നു. അപ്പം ഗോക്കപ്പൻ അതിൻ്റെ ഇടയ്ക്കൂടെ ഗോക്കപ്പൻ ഉറങ്ങും കേട്ടോ, ഗോക്കപ്പൻ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇപ്പോൾ എല്ലാം ചെക്ക് ചെയ്യുക, എന്തെങ്കിലും നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ചേർക്കുക. ഇനി നിങ്ങൾക്ക് ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ. ഞാനൊരു തിക്കായിട്ടായിട്ടോ ഇന്നെടുത്ത്, നമ്മൾ ഫ്രൈഡ് റൈസിന് കഴിക്കാൻ വേണ്ടിയിട്ടല്ലേ. എന്നിട്ട് ഫൈനൽ ടച്ചപ്പ് എന്താ, മല്ലിയില തൂകി ഞാൻ ഫിനിഷ് ചെയ്ത് കേട്ടോ. എൻ്റെ ടേസ്റ്റ് എല്ലാം കറക്റ്റായിരുന്നേ. അതിന് ശേഷം നമ്മൾ ഇതിൻ്റെ കൂടെ കഴിക്കാൻ എന്തായിരുന്നു ഉണ്ടാക്കുന്നത്, ഫ്രൈഡ് റൈസ് അല്ലേ. അപ്പം നമുക്ക് അതിൻ്റെ പ്രിപ്പറേഷൻ തുടങ്ങാം. അതിന് ഞാനൊരു മൊന്തം പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് വെച്ചിട്ട് അതിനകത്ത് കുറച്ച് മറ്റേ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച്, എനിക്ക് ഓയിലിൻ്റെ ഇത് കുറച്ച് കുറവായിരുന്നു, അതുകൊണ്ട് തന്നെ 1 ക്യൂബ് ബട്ടറും കൂടി ഇട്ടിട്ടുണ്ട്. അതിന് ശേഷം 3 മുട്ട അങ്ങോട്ട് പൊട്ടിച്ചൊഴിച്ച് കേട്ടോ. എന്നിട്ട് അത് നന്നായിട്ട് ചിക്കി തോത്തി എടുക്കണം കേട്ടോ. അതിന് ഞാൻ ഉപ്പും കുരുമുളക് പൊടിയും ഇട്ട് ആ മുട്ട ചിക്കി തോത്തി ഒരു സൈഡിൽ വെച്ചിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചിക്കി തോത്താമെന്ന് വിചാരിച്ചപ്പോൾ ഒരു നടക്കി പോകുന്നില്ല കേട്ടോ. കാരണം തവി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തട്ടി വീണ്ടും മുട്ട നടുക്കോട്ട് തന്നെ പോവുക കേട്ടോ. അത് കണ്ടോ, ഞാൻ വെളുത്തുള്ളി ഇട്ടു, എന്നിട്ട് കുറച്ച് ബട്ടർ കൂടി ഇട്ടിട്ട് ഞാൻ കുറച്ച് വെളുത്തുള്ളി ഇട്ടു കേട്ടോ. അപ്പോൾ അതേ കണ്ടോ, വെളുത്തുള്ളി ഇളക്കുന്ന സമയത്ത് മുട്ട അതിൻ്റെ ഇടയ്ക്ക് പെടുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ദേഷ്യം വന്നിട്ട് ഞാൻ ഇങ്ങനെ ചരിച്ച് വെക്കാനൊക്കെ ശ്രമിച്ചെങ്കിലും ഒരു രക്ഷയില്ല. അപ്പോൾ പിന്നെ ഞാൻ എന്ത് ചെയ്തത്, മുട്ടയൊക്കെ വേർതിരിച്ച് മുട്ട വേറൊരു പാത്രത്തിലാക്കി കേട്ടോ. അതിന് ശേഷം ഓരോന്നായി ഇട്ട് തുടങ്ങി. പച്ചമുളക്, ബീൻസ്, ക്യാരറ്റ്, ക്യാപ്സിക്കൊക്കെ ഞാൻ നല്ല നീളത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. മുട്ടക്രോസും നീളത്തിലാണ് അരിഞ്ഞേക്കുന്നത്. ആദ്യം നമ്മൾ പച്ചമുളക്, ബീൻസ്, ക്യാരറ്റ്, വേവ് കൂടിയ സാധനങ്ങൾ നന്നായിട്ട് മൂക്കേണ്ടത് ആദ്യം ഇടുക കേട്ടോ. അപ്പോൾ അത് ഒരു പകുതി വേവായ ശേഷം ഞാൻ മുട്ടക്രോസ് ഇടുന്നുണ്ട് കേട്ടോ. മുട്ടക്രോസും നീളത്തിലാണ് അരിഞ്ഞത്. അങ്ങനെ അതും നന്നായിട്ടൊന്ന് വഴണ്ട് വരാനായിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തു കേട്ടോ. എന്നിട്ട് പിന്നെ അത് നന്നായിട്ട് വഴണ്ടു എന്ന് മനസ്സിലായ ശേഷം നമ്മൾ കുരുമുളക് പൊടിയും ഗരം മസാല ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ എന്താ പറയുക, ഇതിനകത്ത് ഞാൻ സോസസ് എല്ലാം ചേർക്കുന്നുണ്ട്. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ സോസ് കേട്ടോ, മെയിനായിട്ട് സോയാ സോസാണ് മുന്നിൽ നിൽക്കേണ്ടത്. പിന്നെ അതേ ഞാൻ കുറച്ച് ടൊമാറ്റോ സോസും ചില്ലി സോസും കൂടി ചേർക്കുന്നുണ്ട്. അപ്പം ഈ സോസും എല്ലാമായിട്ട് ഇത് നന്നായിട്ട് മിക്സ് ആവണം. അതിന് ശേഷം ഉപ്പ് ചെക്ക് ചെയ്തിട്ട് ഉപ്പിടുക. പിന്നെ കുറച്ച് പഞ്ചസാര, ഞാൻ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ കുറച്ച് പഞ്ചസാര ഇട്ടതിന് ശേഷം ഞാൻ ക്യാപ്സിക്കം ഇട്ടു കേട്ടോ. ക്യാപ്സിക്കം ഒന്ന് നന്നായിട്ട് മൂത്ത് വന്നതിന് ശേഷം മാത്രം നമ്മൾ കൊത്തിപ്പൊരിച്ച് വെച്ച മുട്ട ഇടുക. മുട്ട നന്നായിട്ട് ഇതുമായിട്ട് മിക്സ് ആക്കി എന്ന് മനസ്സിലായതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ച അരി ഇതിനകത്തോട്ട് തട്ടുക കേട്ടോ. അരിക്ക് നിങ്ങൾ ഉപ്പിട്ടാൽ വേവിച്ചെങ്കിൽ പിന്നീട് ഉപ്പ് ചെക്ക് ചെയ്തിട്ടിട്ടാൽ മതി. അഥവാ ഉപ്പിടാതെ വേവിച്ചതെങ്കിൽ വെള്ളം ഇങ്ങനെ ഉപ്പ് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ തളിച്ച് കൊടുക്കുകയും ചെയ്യുള്ളൂ കേട്ടോ. ഇനി ഡയറക്റ്റ് ഉപ്പിടല്ലേ, നമുക്ക് ഉപ്പ് കടിക്കുന്നത് പോലെ ഫീൽ ചെയ്യും. അപ്പം ഞാൻ അങ്ങനെ കുറച്ച് വെള്ളം തളിച്ചൊക്കെ ചേർത്തിട്ടുണ്ട്. ഫൈനൽ ടച്ചായിട്ട് കുറച്ച് മല്ലിയില ഇട്ട് അപ്പോൾ നമ്മുടെ ഫ്രൈഡ് റൈസും ഗോബി മഞ്ചൂരിയനും ഒക്കെ നമുക്ക് പ്ലേറ്റ് ചെയ്യാം കേട്ടോ. അപ്പം ഞാൻ പ്ലേറ്റ് ചെയ്യുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയുണ്ട് എൻ്റെ ഫ്രൈഡ് റൈസ്? ഇത് ഞാൻ വെക്കുന്ന ഒരു സ്റ്റൈലാണ് കേട്ടോ. ഇത് നമുക്ക് കറി ഇല്ലാണ്ടും കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നമ്മുടെ മക്കൾക്കൊക്കെ സ്കൂളിൽ കൊടുത്തു വിടാൻ ജസ്റ്റ് ഇത് മാത്രം മതി കേട്ടോ. ഈ കറി വേണമെന്നൊന്നുമില്ല. ഈ ചോറിന് നല്ല ഫ്ലേവറാണ്. കഴിച്ചവരെല്ലാം, ഞാൻ ഈ മാഗി ക്യൂബോ അതൊന്നും, മാഗി ക്യൂബ് ഇട്ടും ഉണ്ടാക്കും, മാഗി ക്യൂബ് ഇടാതെ ഉണ്ടാക്കും. പക്ഷേ ഇങ്ങനെ വെച്ചാലും മാഗി ക്യൂബൊക്കെ ഇട്ടുണ്ടാക്കുന്ന അതേ ഒരു ഫ്ലേവറാട്ടോ. ചോറ്, അതായത് കറി ഒന്നും ഇല്ലാണ്ട് നമുക്കിത് കഴിക്കാൻ പറ്റും. പിന്നെ അലങ്കാരത്തിനൊരു മുട്ട വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ ഡെയിലി ഒരു മുട്ട എടുക്കുവേ. അപ്പം ആ ഒരു മുട്ട വെച്ചിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ ടേസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. കുറേ നാൾ കൂടിയിരുന്ന് ഞാൻ ഉണ്ടാക്കിയ ഫ്രൈഡ് റൈസും ഗോബി മഞ്ചൂരിയനും കഴിച്ചപ്പം ഒരു പ്രത്യേക സുഖം കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ബായ്.